ഇത് നമ്മുടെ വൈകുന്നേരത്തെ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. പുറത്തത് അത്യാവശ്യം മഴയൊക്കെ പെയ്യുന്നുണ്ട്. നമ്മുടെ ഉണ്ണിക്കുട്ടൻ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ കുറച്ച് നേരം ഇരുന്നുള്ളൂ, അതിനുശേഷം പോയിട്ടോ. അതിനുശേഷം എന്ത് ചെയ്തു, വൈകുന്നേരം ചായക്കടിയൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ ഹോസ്പിറ്റലിൽ പോയിക്കണായിരുന്നു. അമ്മ വന്നതിന് ശേഷം ഞാൻ നമ്മുടെ ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കി തിന്നാന്ന് വിചാരിച്ചു. പുറത്തുനിന്ന് കടയൊന്നും മേടിച്ച് തിന്നണ്ടാന്ന് വിചാരിച്ചിട്ട് ഈ എണ്ണ പലഹാരങ്ങളൊക്കെ തിന്നിട്ട് ഒരു സുഖിലാണ്. അങ്ങനെ എന്ത് ചെയ്തു, അവിടെ ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ അപ്പുറത്തെ ഗ്യാസുമ്പോൾ ഞാൻ കട്ടൻ ചായ വെച്ചിട്ടുണ്ട്. ഓൾറെഡി കട്ടൻ ചായ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ തീർന്നു പോയിട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു ഉപ്പുമാവൊക്കെ തിന്നുമ്പോൾ കുറച്ചധികം തന്നെ കട്ടൻ ചായ കൂടെ കുടിക്കണം. അതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമ്മൾ എണ്ണയിൽ കടുകും ഉഴുന്നും സവാളയും പിന്നെ ഉണക്കമുളകും കൂടി ഇട്ടിട്ട് വാട്ടിയിട്ട് ഈ ഒരു ഗോതമ്പ് നുറുക്ക് ഞാൻ അരമണിക്കൂറായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് വേറെ നമ്മൾ കുക്കറിലിട്ട് വേവിക്കൊന്നും വേണ്ട. അങ്ങനെ എന്ത് ചെയ്തു, അതൊക്കെ ഒന്ന് ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാണ്. പിന്നെ ഒരു മിനിമത്തിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. കുക്കറിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒടിച്ചു, സ്ലാബൊക്കെ ഒന്ന് തുടച്ച് വെച്ചു. പിന്നെ അതേ നമ്മുടെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. എനിക്ക് പണ്ടൊക്കെ നല്ല ചൂട് തിളച്ച കട്ടൻ ചായ ആയിരുന്നു ഇഷ്ടം കേട്ടോ. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല, കുറച്ചൊന്ന് ആറി ഒരു മിനിമം ചൂടിൽ കുടിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അങ്ങനെ കുറച്ച് നേരം തിളപ്പിച്ച് ഞാൻ അവിടെ തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാകത്തിനുള്ള ചൂടായിട്ടുണ്ട്. പിന്നെ ഇത് നല്ല ചൂട് ഉപ്പുമാവായിട്ടുണ്ട്. നല്ല അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് ഇത്രയും ചൂടിൽ തിന്നരുത്, കുറച്ച് ചൂടാറിയതിന് ശേഷം തിന്നാൻ പാടുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റിന് നമുക്ക് തിന്നാം കേട്ടോ. അപ്പോൾ അത് കുറച്ച് അമ്മക്കും കൊടുത്തു, കുറച്ച് തുമ്പിക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. സുക്രു എന്താണ് തിന്നില്ല, സുക്രുവിന് ഈ വക സാധനങ്ങളൊന്നും ഇഷ്ടമില്ല സുക്രുവിന്. അപ്പം ഞാൻ ഒരു പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു നിർബന്ധിച്ച്. അപ്പോൾ അത് തിന്നവിടെ ഇരിക്കുകയാണ്. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ചോറ് കൊടുക്കാമല്ലോ. അപ്പോൾ ഇത് ഞാൻ നല്ല ആസ്വദിച്ച് തിന്നാട്ടോ. നല്ല തകർത്ത മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ചൂട് സംഭവങ്ങളൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ തിന്നട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ അവിടെ മഴയൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ.